നമ്മൾ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ കണ്ടിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ്. അത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ വ്യത്യസ്തത എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് സ്കൂൾ ബാച്ചുകൾ ഇന്ന വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു വർഷം പഠിച്ച ബാച്ചുകളാണ് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളരെ വ്യത്യസ്തമാകുന്നത് സ്കൂൾ ബാച്ച് അല്ല എന്നുള്ളതാണ്. ഇത് ട്യൂഷൻ സെൻറ്റർ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ കോളേജ് അല്ലെങ്കിൽ പാരലൽ കോളേജ് വിദ്യാർത്ഥികളാണ് ഈ ഒരു 2002 ബാച്ചിൻ്റെ ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റെങ്ങുമല്ല, നമ്മുടെ സ്വന്തം നാട്, നമ്മുടെ സ്വന്തം നഗരൂർ ദർശനാവട്ടം ദേശത്തെ നമ്മുടെ നാട്ടുകാരുടെ എല്ലാം വളരെ ഒരു നൊസ്റ്റാൾജിയ ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഒരു പാരലൽ കോളേജാണ്, ട്യൂഷൻ സെൻ്ററാണ്. ആൽത്തറമൂട് പ്രവർത്തിക്കുന്ന MSG എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനം. MSG നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. കാരണം ഒരുപാട് പേര് ഈ ഒരു സ്ഥാപനത്തിൽ പഠിച്ച് വളർന്ന് പല നിലകളിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആ MSGയുടെ 2002 ബാച്ച് SSLC ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ചങ്ങാതിക്കൂട്ടം എന്നുള്ള പേരിൽ നമ്മുടെ സ്വന്തം ദർശനാവട്ടം ഗുരുദേവ് UPSൽ വെച്ചിട്ട് സംഘടിപ്പിച്ചത്. ബാച്ചിനെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ആ ഒരു SSLC ബാച്ച് വളരെ സ്നേഹത്തോടെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. ആ ബാച്ചിലുള്ള പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരും, അവരൊക്കെ ഇന്ന് പല സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പല തലത്തിൽ ഇന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ആ തിരക്കെല്ലാം മാറ്റിവെച്ച് അധ്യാപകർക്ക് വിദ്യാർത്ഥികളോടുള്ള ആ ഒരു സ്നേഹം അത് മാത്രം കണക്കാക്കി തീർച്ചയായിട്ടും ദർശനാവട്ടം ഗുരുദേവ് UPSൽ എത്തിയിരുന്നു. വളരെ ഗംഭീരമായിട്ട് സംഘടിപ്പിച്ച ഒരു ചടങ്ങായിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകരെ ആദരിക്കൽ ഒരു പ്രത്യേക സെക്ഷനായിട്ട് തന്നെ ഈ ഒരു പരിപാടിയിൽ ഒരുക്കിയിരുന്നു. അപ്പോൾ അതിൽ ആദ്യം ആദരിച്ചത് മറ്റാരെയും ആൽത്തറമൂട് MSG എന്ന ട്യൂഷൻ സെൻറ്ററിൻ്റെ പാരലൽ കോളേജിൻ്റെ എല്ലാമായ ശ്രീ പ്രസാദ് സാറിനെയാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഒരു അമരക്കാരൻ എന്ന് പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും MSGയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു പരിപാടി ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കും ഭയങ്കര ഒരു മനസ്സിലൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. അപ്പോൾ അത് അധ്യാപകരെ ആദരിക്കൽ, അതേപോലെ തന്നെ ഉച്ചഭക്ഷണം, പിന്നീട് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ കുട്ടികൾ അതായത് മക്കൾ അവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, സമാപന സമ്മേളനം, അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികളായിട്ടാണ് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന, അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട്, കാരണം ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് അധ്യാപകർക്ക് ഈ വിദ്യാർത്ഥികൾ ഇവർ ആരൊക്കെയാണ് എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് തീർച്ചയായിട്ടും വരും. കാരണം സ്ഥിരം കാണുന്നവരാണെങ്കിൽ പ്രശ്നമല്ല, വർഷങ്ങളുടെ ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്ക് അവർ നിരവധി കുട്ടികളെ വർഷം തോറും പഠിപ്പിച്ചു വിടുന്ന അധ്യാപകരാണ്. അപ്പോൾ അവർക്ക് മനസ്സിൽ നിൽക്കണം എന്നില്ല. അപ്പോൾ ഒരു പരിചയപ്പെടുത്തൽ സെക്ഷൻ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊന്നാട അണിയിച്ചെല്ലാം ഈ ഒരു അധ്യാപകരെ, ഈ വിദ്യാർത്ഥികൾ, ഈ 2002 ബാച്ചിലെ വിദ്യാർത്ഥികൾ ആദരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ പലരുടെയും കണ്ണ് നിറഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം. അപ്പോൾ എന്താ പറയാനാ, ഇത് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള, കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്യൂട്ടോറിയൽ കോളേജിൻ്റെ, ഒരു പാരലൽ കോളേജിൻ്റെ ആ 2002 ബാച്ചിൻ്റെ ഈ ഒരു ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അവരെ പഠിപ്പിച്ച അധ്യാപകരെ ആദരിക്കുന്ന ഒരു പരിപാടിയും സംഘടിപ്പിച്ച നമ്മുടെ ആൽത്തറമൂട് MSG 2002 SSLC ബാച്ചിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, അവരുടെ ഈ ഒരു വിദ്യാർത്ഥികളുടെ ക്ഷണമനുസരിച്ച് വന്നു ചേർന്ന അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. അതേപോലെ തന്നെ ആ ഒരു പരിപാടിയിൽ അധ്യാപകർ ഈ വിദ്യാർത്ഥികളോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ, ഈ ചങ്ങാതിക്കൂട്ടം എന്ന ഈ ഒരു കൂട്ടായ്മ നിങ്ങളത് വിട്ടുകളയരുത്. പൂർവാധികം ശക്തിയോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, അന്ന് അവിടെ കൂടിയ ഒരു MSGയുടെ അമരക്കാരനായിട്ടുള്ള പ്രസാദ് സാർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ദർശനാവട്ടം ഗുരുദേവ് UPS ആ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെ പുസ്തകങ്ങളും അങ്ങനെ പലതുമായിട്ട് നമുക്ക് ഒരു ചാരിറ്റി പ്രവർത്തനമായിട്ട് നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചങ്ങാതിക്കൂട്ടം എന്ന ഈ ഒരു ടീം, ഈ ഒരു ബാച്ചിൻ്റെ ഈ ഒരു കൂട്ടം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതേപോലെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യണം. അത് കൂടുതൽ ഈ ഒരു ടീമിന് ശക്തിപ്പെടുത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം വരും വഴിയെ അവർ 1 by 1 നടത്തും എന്നും അവിടെ SSLC ബാച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പരിപാടിയെ വളരെ മഹത്തരമാക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അവർക്കുള്ള ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു ഈ പരിപാടിയെക്കുറിച്ചെന്നുള്ളതും അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും MSG 2002 SSLC ബാച്ചിന് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെയും ഹൃദ്യമായ ആശംസകൾ നേരുകയാണ്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചതിന് ഒരുപാട് ആശംസകൾ നേരുന്നു. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇതിലും മനോഹരമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്തതിനെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായി രേഖപ്പെടുത്തുക.